ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കർണാടകയിലെ സുള്ളിയക്കടുത്തുള്ള തൊടിക്കണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കറക്റ്റ് അറിയില്ല കേട്ടോ, രുദ്രകുടി വാട്ടർഫാൾ. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് കാസർഗോഡുള്ള അവരൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം വേറൊരു ഫ്രണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും വിചാരിച്ച് അതൊന്ന് കാണാൻ പോകാം. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് അതിന്റെ സ്ഥിതിയൊക്കെ. എത്ര കിലോമീറ്ററാ? ഒരു 40 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. പോയി നോക്കാം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ദക്ഷിണ കന്നഡ എന്നുള്ള ജില്ലയിലോട്ടാണ് പ്രവേശിച്ചത്. ഇപ്പോൾ ഈ പോകുന്ന വഴി ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഇനി നമ്മൾ എത്തുന്നത് സുള്ളിയ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണിലോട്ടാണ്. നേരത്തെ രുദ്രകുടി വാട്ടർഫോൾസ് എന്നാണോ പറഞ്ഞായിരുന്നത്? അതെ, രുദ്രകുടി. അത് മാറിപ്പോയതാണ്. മറ്റേ ദേവരകുടി വാട്ടർഫാൾ എന്നാണ് യഥാർത്ഥ പേര്. നമ്മളിപ്പം ഫോറസ്റ്റിലൂടെ അല്ലേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് ഇന്ത്യ ബേസിസിലും ഉള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യയിൽ മൊത്തം കരഭാഗത്തിൻ്റെ 24.39% വനവിസ്തൃതി. അതേപോലെ തന്നെ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയുമാണ്. ഇന്ത്യയുടെ സ്ഥാനങ്ങൾ നോക്കിയാൽ ജനസംഖ്യയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനവും വിസ്തൃതിയിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനവുമാണ് ഉള്ളത്. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിഡ്രിച്ച് ബ്രാൻസിസ് ആണ്. ഒന്നുകൂടി പറയാം, ഡിഡ്രിച്ച് ബ്രാൻസിസ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ വനമുള്ള സംസ്ഥാനം മിസോറാമുമാണ്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ളതും ഹരിയാനയാണ്. കേന്ദ്രഭരണ പ്രദേശം യൂണിയൻ ടെറിട്ടറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ആൻഡമാൻ നിക്കോബാറിലും ഏറ്റവും കുറവുള്ളത് ദാമൻ ദിയുവിലുമാണ്. ശതമാനാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ലക്ഷദ്വീപിലുമാണ് ഉള്ളത്. ഞങ്ങൾ സുള്ളിയ ടൗണ് കഴിഞ്ഞു. സുള്ളിയ ടൗൺ എടുക്കാൻ മറന്നുപോയി. ആ സമയത്ത് എന്തോ ശ്രദ്ധയിലായിരുന്നേ. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് എന്താ തൊടിക്കണം എന്നുള്ള സ്ഥലത്തോട്ടാണ്. അവിടെ കാണിച്ചിട്ടുണ്ട് ആ ബോർഡിൽ മടിക്കേരിയിലോട്ട് 50 കിലോമീറ്റർ എന്നുള്ളത്. മടിക്കേരി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഊട്ടി പോലെ കുറച്ചൊരു തണുപ്പുള്ള ഏരിയ. പിന്നെ നമ്മുടെ ബുദ്ധൻ്റെ ഗോൾഡൻ ടെമ്പിൾ ഉള്ളത് അവിടെയാണ്. കുശാൽ നഗർ അല്ലേ? കുശാൽ നഗർ. അത് ഈ മടിക്കേരിയിൽ നിന്ന് കുറച്ച് എത്ര പോകണം? 10 കിലോമീറ്ററേ ഉള്ളൂ. അത് നമുക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയതാണ്. NH നിന്നും റൈറ്റിലോട്ടുള്ള ഈ റോഡിനാണ് നമുക്ക് പോവേണ്ടത്. ഇവിടെ ഒരു മല്ലികാർജുന ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ് കാണുന്നുണ്ട്. പിന്നെ ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഈ സ്ട്രേറ്റ് റോഡ് എന്ന് പറയുന്നത് മടിക്കേരി റോഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് ഈ റോഡിന് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഞങ്ങൾക്ക് വഴി അധികം വലിയൊരു ധാരണയില്ല. ഗൂഗിൾ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഇവിടുന്ന് ചോദിച്ചു കേട്ടോ. അവർ കർണാടക കാസർഗോഡ് ബോർഡർ ആയത് കാരണം ഇവർ കുറച്ചൊക്കെ നമ്മൾ പറയുന്ന മലയാളം മനസ്സിലാകുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞു തന്ന ഒരു ഐഡിയയാണ്, ഇപ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ ആ ഫോട്ടോ എടുക്കാം. അത് ഇവർ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന ആ ഫോട്ടോ എടുത്ത് ഞാൻ ആ ബോർഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ മേലെയും ബോർഡ് കാണും. അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോയത്. വഴി തെറ്റി ഞങ്ങൾ തിരിച്ച് വീണ്ടും നടക്കേണ്ടി വന്ന്. ഞങ്ങളെ വഴി തെറ്റി ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് നടന്ന്. പക്ഷേ സ്ട്രെയിറ്റ് ഞങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടുന്ന്. അത് കേട്ടിട്ട് പോയതാ. പക്ഷെ അങ്ങോട്ടല്ലായിരുന്നു. ഇവിടെ കന്നഡ അറിയാത്തതുകൊണ്ട് കന്നഡക്കാരാണ് പറഞ്ഞു തന്നെ നോക്കാം. അപ്പോൾ കറക്റ്റായി മനസ്സിലാകുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എല്ലാ ബോർഡുകളൊക്കെ കന്നഡയിലുള്ളത്. ഇംഗ്ലീഷിലൊന്നും ബോർഡുകളൊന്നുമില്ല. ആരും വരാത്ത വഴി റോഡ് കഴിഞ്ഞപ്പോൾ ഉള്ളിലൂടെ ഞങ്ങൾ നടക്കുക. ഞങ്ങളിപ്പോൾ ഈ നടക്കുന്ന ഈ ഏരിയ ഏകദേശമൊക്കെ ഫോറസ്റ്റ് ആട്ടോ. കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചൊരു പേടിപ്പെടുത്തുന്ന സ്ഥലം തന്നെ കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയും ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴയുമാണ്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമങ്ങൾ, അത് നടപ്പിലാക്കിയ വർഷങ്ങൾ എന്നിവ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഇവിടെ എടുത്തു പറയാൻ കാരണം PSCക്ക് പലതവണ ഇത് ചോദിച്ചതാണ്. ഇന്ത്യൻ വന നിയമം, അതേപോലെ തന്നെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം എന്നിവ പാസ്സാക്കിയത് 1927 ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്.
ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ വന നിയമം അതേപോലെ തന്നെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം എന്നിവ പാസ്സാക്കിയത് 1927. അതിനുശേഷം 1973 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം പാസ്സാക്കിയത് 1980. ഈ 1980 ഇന്ത്യയുടെ ഇത് പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ നിയമം, ഇത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അതാണ് ഇവിടെ പറയാൻ കാരണം. പരിസ്ഥിതി സംരക്ഷണ നിയമം പാസ്സാക്കിയത് 1986. അപ്പോൾ ആ സമയത്ത് ഈ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. അതേപോലെ തന്നെ പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി എന്ന 1992 ഇത് പാസ്സാക്കിയത്. ഈ പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവുവാണ്. അതേപോലെ തന്നെ അവസാനമായി നമ്മൾ ഈ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പ്രൊജക്റ്റ് റൈനോ പദ്ധതി. പ്രൊജക്റ്റ് റൈനോ പദ്ധതി നടപ്പിലാക്കിയത് 2011. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് കുറച്ചൊരു അബദ്ധമായി എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരാളെ കണ്ടു, അവിടുന്ന് വഴിയൊക്കെ ചോദിച്ചൊക്കെ പോയി. ഒരുപാട് പറഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചു എന്ന് തന്നെ പറയാം. അധികം വീടൊന്നും ഇല്ലാത്ത സ്ഥലം. പിന്നെ ആ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തിയപ്പം ഒരു വീടുമില്ല. അങ്ങോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല കാട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പേടിച്ചു. അവിടെ നിന്നിട്ട് ഞങ്ങൾ അധികം ഫോട്ടോ എടുക്കാൻ പോലും നിന്നില്ല. കാരണം ഞങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു പേടിയായിരിക്കും കേട്ടോ. നമ്മൾ അധികം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ പെട്ടെന്ന് കൂടി തിരിച്ചു പോരുക ചെയ്ത്. അപ്പം ഞാൻ പറയുന്നത് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് ആളൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ രസമുണ്ടാവും. പിന്നെ ഈ അട്ടയുടെ ശല്യമുണ്ട്, ലീച്ചിൻ്റെ ആ ശല്യം നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിലിറങ്ങാനും പേടിയായി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു യൂസ്ഫുൾ ഒന്നും ആയില്ല. പക്ഷെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, ഒരു വെറൈറ്റി ഫീല് അത്രേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളാകെ 2-3 വീട് മാത്രമേ കണ്ടുള്ളൂ ഇതുവഴി പോകുമ്പോൾ. പിന്നെ കുഞ്ഞു കുഞ്ഞു അരുവി പോലെ വെള്ളം. പിന്നെ ആ വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് കുറേ പൈപ്പ് കണക്ഷൻ ഉണ്ടല്ലേ. ഇവിടുത്തെ വീടുകളിലോട്ടൊക്കെ ഉള്ള വാട്ടർ സപ്ലൈ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പൈപ്പിലാക്കിയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തേക്കുന്നേ. അപ്പം കുടിവെള്ളമാണല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തായിട്ട് വാട്ടർഫോൾസ് കാണുന്നുമുണ്ട്. അപ്പോൾ നമുക്കിനി വാട്ടർഫോൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ഈ വീഡിയോയിൽ തന്നെ പരിചയപ്പെടാം. വെള്ളച്ചാട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നമ്മളിപ്പോഴുള്ള കർണാടകയിലെ ജോഗ് വെള്ളച്ചാട്ടമാണ്. അത് കർണാടകയിലെ ശരാവതി നദിയിലാണ് ഈ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 829 അടിയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. ജോഗ് വെള്ളച്ചാട്ടത്തിന് കർണാടകയിൽ പ്രാദേശികമായി പറയൽ ഗർസപ്പോ വെള്ളച്ചാട്ടം എന്നാണ്. ഞങ്ങൾ കുറേ ദൂരമൊക്കെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പം അബദ്ധമായി പോയെന്ന് തോന്നിയാലും പക്ഷെ ഇവിടെ എത്തി ഇതൊക്കെ ഒന്ന് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. നല്ലൊരു പീസ്ഫുൾ മൈൻഡോ എന്തോ ഒരു റീഫ്രഷ്മെൻറ്റ് നന്നായിട്ട് തോന്നി. പിന്നെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ അട്ടയുടെ ശല്യം പിന്നെ നമ്മൾ തനിച്ചായതുകൊണ്ടൊക്കെ ഉള്ള ഒരു പേടി കാരണം ഞങ്ങൾ ഇറങ്ങിയില്ല. പക്ഷെ നിങ്ങൾ ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നവരെന്തായാലും സമയം ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് പോവാം. നമ്മൾ കമ്പൽസറി അങ്ങനെയൊന്നും പറയുന്നില്ല, അത്ര വലിയ ഉഷാറില്ലാത്തതാണെന്ന്. ഇതുവഴി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനീസുലയിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നേരത്തെ നമ്മൾ പറഞ്ഞു ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിൽ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. തൃശ്ശൂർ ജില്ലയിലാണ്, അത് ചാലക്കുടി നദിയിലാണ്. ഞങ്ങളിപ്പോൾ മല്ലികാർജുന ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇവിടെയാണ് എന്തോ ഒരു മീൻ വളർത്തലെന്നോ അല്ലെങ്കിൽ മീൻ കുളമെന്നോ മീൻ തോടുമെന്ന് പറയാം. ഇതിൻ്റെ ഐതിഹ്യം കറക്റ്റ് ചോദിക്കാൻ ഞങ്ങൾ മറന്നു എന്നല്ല, അതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ സ്റ്റോറിയൊന്നും നമുക്ക് കിട്ടിയില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ മീൻ പിടിക്കാൻ പാടില്ല എന്ന് ഇവർ പറഞ്ഞു. അതിൻ്റെ ബാക്കിലെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് ഇവിടെ ചോദിച്ചപ്പം കുഞ്ഞു പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെയുള്ള സ്ത്രീകളോടൊന്നും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, അവരെ ലാംഗ്വേജ് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അപ്പോൾ ആ കാഴ്ച കൂടെ ഞങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു തോടുണ്ട്. ഈ തോടിലെന്ന് പറഞ്ഞിട്ട് ഇനി മഴക്കാലത്ത് അങ്ങനെ വെള്ളത്തിൻ്റെ തോതൊന്നും അറിയില്ല. കുറച്ച് കല്ലൊക്കെ ആയിട്ട്
ഇവിടെ ഫുള്ള് ഈ വെള്ളം ഫുള്ള് മീനാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത്രയും മീനാണ്, നല്ല വലിയ മീൻ. ഇവിടുത്തെ ഈ സൈഡിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വരെ പേടിയായിപ്പോൾ. ഇതും കൂടി ചാടുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാമറയുടെ പവർ കാരണം ഇത് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് അറിയില്ല. എന്നാൽ ഇതുവഴി പോകുന്നത് ഇത് കാണാതെ പോയാൽ അത് വലിയൊരു മിസ്സിങ് ആയിരിക്കും. ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസപ്രകാരം ഈ മീനിനെ പിടിക്കാൻ പാടില്ല എന്നാട്ടോ. നല്ല സൈസുള്ള മീൻ. ഞാൻ ഇത്ര കൂട്ടം മീനിനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഫീലിംഗ് വേറെയാണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു നിങ്ങളെന്തായാലും ഇവിടെ പോയിട്ട് ഇത് കാണണം എന്നുള്ളത്. എന്നിട്ട് കാസർഗോഡുകാരാണ്. എന്നിട്ട് അവരിവിടെ വന്ന് ഇത് കണ്ടു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെല്ലാവരോടും പറയുന്നത് ഇത് കാണാമെന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നവർ എന്തായാലും ഇതൊന്ന് വന്നിട്ട് കണ്ടിട്ട് പോവാം. അത് ഹൈവേന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ നമുക്ക്. ഈ മടിക്കേരി റോഡിൽ നിന്ന് ഹൈവേന്ന് 2-2.5 കിലോമീറ്റർ ഉള്ളൂ കറക്റ്റ് ഈ മല്ലികാർജുന ക്ഷേത്രത്തിലേക്ക്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത നമ്മൾ കണ്ടത്, സാധാരണ സ്ഥിതിയിൽ ഒരു തോട് ഒലിച്ചു വരുമ്പോൾ ഈ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന തോടാണിത്. ഇത് മുകളിലേക്കാണ് സാധാരണ മീനുകളൊക്കെ കയറിപ്പോവാറ്. ഇങ്ങനെ കട്ട് ചെയ്ത് മുകളിലേക്ക് കയറിപ്പോകും മീൻ. പക്ഷേ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഈ സൈഡ് ഭാഗത്താണ് മൊത്തം മീനുകൾ അടിഞ്ഞുകൂടി നിൽക്കുന്നത്. അതൊരു പ്രത്യേകത തന്നെയാണ്. കർണാടകക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾക്ക് അവർ നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്. പിടിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പിടിക്കൂല, അതിനെ മറികടന്നിട്ട് അവരൊന്നും ചെയ്യില്ല. അപ്പോൾ അത്രത്തോളം അവരുടെ ഉള്ളിലോട്ട് ആ വിശ്വാസം ആഴ്ന്നിറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനും ഒക്കെ സാധിക്കുന്നത്. ഇതിൽ കർണാടകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഫാക്റ്റും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. വൃക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കർണാടകയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് അപ്പിക്കോ മൂവ്മെൻറ്റ്. ഈ അപ്പിക്കോ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം 1983 ആണ്. അപ്പിക്കോ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് പാണ്ഡുരംഗ ഹെഡ്ഗെയാണ്. പാണ്ഡുരംഗ ഹെഡ്ഗെ. അപ്പിക്കോ മൂവ്മെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നതാണ്. ഇവിടെ ഒരു സർപ്പക്കാവ് പോലുള്ളൊരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ് ചെയ്ത വഴി ഇത് കണ്ടപ്പം അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന കർണാടകയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറയാം. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയ സംസ്ഥാനം, കൃഷിക്കു വേണ്ടി ഒരു പ്രത്യേക ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, ഇന്ത്യയിലെ ആദ്യ പുകരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് വ്യാജകുരഹള്ളിയാണ്. വ്യാജകുരഹള്ളി പുകരഹിത ഗ്രാമമാണ്. ഞങ്ങളിപ്പം സുള്ളിയ ടൗണിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വൈകുന്നേരമായി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് നിർത്തി. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ നല്ല ഭക്ഷണം കേട്ടോ, പിന്നെ ഫുഡും അടിപൊളിയാണ്. നമ്മൾ കയറാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് മസാല ദോശയാണ് ഇഷ്ടം, അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു. മുനിക്ക മഷ്റൂം ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എനിക്കും കൂടെ അത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു തോന്നി, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുമ്പം ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. പഴശ്ശിനി റിവറിൻ്റെ കുറുകെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടു. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത തോന്നിയത് കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബൈക്കിന് ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങളിവിടെ ഇറങ്ങിയപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. ഞങ്ങളുള്ളത് മറ്റേ ഈ സുള്ളിയിൽ നിന്നും കാസർഗോഡ് പോകുന്ന വഴി ജൽസൂര് വഴി പോകുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ്. കറക്റ്റ് സ്ഥലത്തിന്റെ പേരെന്താ കറക്റ്റ് അറിയില്ല. പോകുന്ന വഴി കണ്ടത് ഏകദേശം കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നല്ല എത്തുന്നതിന് മുമ്പ് ഫുള്ള് ഫോറസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇതിവിടെ എത്തിയപ്പോൾ നല്ല ഭംഗി, പക്ഷെ നല്ല മഴയും പെയ്തു. അപ്പോൾ പുതിയ ആധുനിക രീതിയിൽ പടുത്തുയർത്തിയ ഒരു തൂക്കുപാലമാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് കാണിച്ചത്. ഞങ്ങളും ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ നിങ്ങളെ കൂടെ കാണിച്ചിട്ടുള്ള അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.